എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീടുകളിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വിധമാണ്. ഈ ഒരു രീതിയിൽ നെയ്ച്ചോറ് നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തന്ന രീതിയിൽ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അതും കാറ്ററിംഗുകാരൊക്കെ നെയ്ച്ചോറിന്റെ രുചി കൂട്ടുന്നതിനായിട്ട് ചെയ്തു പോരുന്ന ഒരു പാചക രീതി കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കിൽ തരാൻ മറക്കല്ലേ. അതുപോലെ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പളവ് റോസ് ബ്രാൻഡിന്റെ ജീരകശാല കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരി പാത്രത്തിലേക്ക് മാറ്റിയാൽ നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കാം. അരി കഴുകിയെടുക്കുമ്പോൾ ഇതിന്റെ കാടിയെല്ലാം കഴുകിക്കളഞ്ഞ് നല്ല തെളിഞ്ഞ വെള്ളത്തിലായി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർന്നു വരാനായിട്ട് മൂടി മാറ്റി വയ്ക്കാം. അരി വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും ഒന്ന് ചതച്ച് വയ്ക്കണം. അതുപോലെ അരമുറി നാളികേരം തിരുമ്മി നല്ല കട്ടിയുള്ള 1 കപ്പ് തേങ്ങാപ്പാലും പിഴിഞ്ഞു വെക്കാം. നമുക്കിന്ന് 2 കപ്പ് അരിക്ക് 3 ഗ്ലാസ് അളവിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളവും ഇതുപോലെ 1 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വരാം. അതുപോലെ ഒരു സവാള വളരെ തിന്നായിട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അരി 20 മിനിറ്റ് നേരം കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വാലാനും കൂടെ വെക്കണം. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കൈവശം നോൺ സ്റ്റിക്ക് പാൻ ആണോ ഉള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഒന്ന് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 2 കപ്പ് റൈസിന് ഒരു സവാള എന്ന കണക്ക് മതിയാകും. നല്ലതുപോലെ ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് മുരിയിച്ചെടുക്കാനും സാധിക്കും. സവാള നല്ല ക്രിസ്പി ആയിട്ട് മുരിയിച്ചെടുക്കാനായിട്ട് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് റൈസിൻസ് ചേർക്കാം. ഒരു പിടിയോളം കാഷ്യൂസ് കൂടെ ചേർക്കാം. ഇതെല്ലാം നല്ലതുപോലെ മുരിയിച്ച് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവാള ഫ്രൈ ചെയ്ത് കോരിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ 3 ഗ്രാമ്പു ചേർക്കാം. 4 ഏലക്ക, ഒരു കഷ്ണം കറുവപ്പട്ട. ഇതൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കാം. ഒരു 2 കറിവേപ്പില ചേർക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മൊരിയിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതായിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേ ലീഫ് ഒന്ന് ഇതുപോലെ ഒന്ന് കീറിയതിന് ശേഷം ചേർക്കാം. ഇതെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത്. അരി നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന വരെയും നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തൊട്ടാൽ ഇങ്ങനെ അരിക്ക് നല്ല ചൂടായിട്ട് കിട്ടണം. അതുവരെയാണ് വറുത്തെടുക്കേണ്ടത്. അരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ ഉള്ളുന്ന വിധത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമൊന്നും അല്ലട്ടോ ഒഴിച്ചിട്ടുള്ളത്. അരി അളക്കുന്നത് ഏത് പാത്രത്തിലാണോ ആ ഒരു പാത്രത്തിന്റെ 1.5 പാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. അരി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് റൈസിന് ആവശ്യമായ കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തിക്കിട്ടാനായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഒരു നുള്ളു വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം റൈസ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ റൈസിന്റെ ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് മുൻപിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം ഈ ഒരു സമയത്ത് വേണ്ടത്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. 5 മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി തുറന്ന് നമുക്ക് അടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. റൈസിലുണ്ടായിരുന്ന വെള്ളം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഒന്നുകൂടെ ചെറിയ തീയിൽ തന്നെ മൂടി വെച്ച് കൊടുക്കാം. ആദ്യമായിട്ട് പാചകം ചെയ്യുന്നവരാണെങ്കിൽ ഈ മൂടിയുടെ മുകളിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം വറ്റിപ്പോകോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അടിയിൽ പിടിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതുപോലെ മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു തരി പോലെ അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. 2 മിനിറ്റ് നേരം കൂടെ നമ്മുടെ റൈസ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് മൂടി തുറക്കാം.
ഇനി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ റൈസ് നല്ലതുപോലെ വേവായി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വളരെ കറക്റ്റായിട്ടുള്ളൊരു പാകമാണ്. ഒരു തരി പോലും കുഴയാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് റൈസായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇവിടെ റൈസിലേക്ക് സവാള ഞാൻ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ റൈസിന്റെ കളറ് ഇതുപോലൊരു കളറിലേക്ക് വന്നിട്ടുള്ളത്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് കുറച്ചുകൂടെ ഫ്രൈ ചെയ്ത കാഷ്യൂസും സവാളയൊക്കെ നിരത്തി കൊടുക്കാം. നമുക്ക് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഈ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ളതും ഒരു തരി പോലും കുഴയാതെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു നെയ്ച്ചോറ് ഇവിടെ റെഡിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ നെയ്ച്ചോറ് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നെയ്ച്ചോറിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.